ശ്രീമന്നാരായണീയം ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും. ഗജാനന പത്മാർക്കം ഗജാനനമഹർം നിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 6. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 100 ദിവ്യ സംവത്സരം സമാധിയിലിരുന്ന് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടിരുന്ന ആ ബ്രഹ്മാവിൻ്റെ മനസ്സിലെ എല്ലാ അഴുക്കുകളും മാറി അറിവ് നിറഞ്ഞു. ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരമായ ആ ഭഗവാനെ, അനന്തശായിയായിട്ട് ആ ഭഗവാനെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. ഇനി ബ്രഹ്മാവ് കണ്ട ആ ഭഗവാന്റെ രൂപമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കിരീട മകുടോല്ലസത്, കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്നതും, കടകഹാര കേയൂരയും, വളകൾ, മുത്തുമാലകൾ, തോൾവളകൾ എന്നിവയോട് കൂടിയതും, മണിസ്ഫുരിത മേഖലം, രത്നങ്ങളാൽ തിളങ്ങുന്ന അരഞ്ഞാണമണിഞ്ഞതും, മേഖല അരഞ്ഞാണമാണ്, സുപരിവീത പീതാംബരം, മഞ്ഞപ്പട്ട് ഭംഗിയിൽ ചാർത്തിയതും, കളായ കുസുമപ്രഭം, കായാമ്പൂക്കളുടേതായ ആ ഭംഗി ഉള്ള, ഗളതലോല്ലസത് കൗസ്തുഭം, കണ്ഠപ്രദേശത്തെ കഴുത്തില്. ഭഗവാന്റെ ശരീരം കായാമ്പൂവിൻ്റെ നിറത്തോടു കൂടിയതാണ്, കാർമേഘവർണ്ണനുമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കണ്ഠത്തില്, കഴുത്തില് കൗസ്തുഭരത്നം മിന്നിത്തിളങ്ങുന്നതും, കമലജന്മനെ ദർശിതം ആയി, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തതുമായ അവിടുത്തെ തദ്വപു, അവിടുത്തെ ആ തിരുവുടലിനെ, ഭാവയെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. കിരീടവും മകുടവും ശിരോലങ്കാരങ്ങളാണ്. രണ്ടിനും ആകൃതി ഭേദമുണ്ട്. ഓരോ അവസരത്തിൽ ഓരോന്നായിട്ട് അണിയാണ്. ഇവിടെ കിരീടവും മകുടവും ധരിച്ച്, വളകൾ, മുത്തുമാലകൾ, തോൾവളകൾ ഇവയെല്ലാം അണിഞ്ഞ്, കടകം, ഹാരം, കേയൂരം ഇവയെല്ലാം അണിഞ്ഞ്, തിളങ്ങുന്ന രത്നങ്ങളാൽ, മനോഹരങ്ങളായ തിളങ്ങുന്ന രത്നങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ള അരഞ്ഞാണും കെട്ടി, മഞ്ഞപ്പട്ടുടയാട ചാർത്തി, കഴുത്തില് മിന്നിത്തിളങ്ങുന്ന കൗസ്തുഭരത്നം, പാലാഴി കടയുമ്പോൾ കിട്ടുന്ന രത്നമാണത്. ആ രത്നവും അണിഞ്ഞ്, കായാമ്പൂക്കളുടേതുപോലുള്ള ആ മനോഹരമായ ശരീരകാന്തിയുള്ള ഭഗവാന്റെ ആ സുന്ദരമായ രൂപം, ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ ഭഗവാന്റെ സുന്ദരമായ രൂപം, ആ രൂപത്തെ, ആ തിരുവുടലിനെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു എന്നിവിടെ മേൽപ്പുത്തൂര് ഈ വർണ്ണനയ്ക്ക് ശേഷം അവസാനത്തെ വരിയിൽ ഞാൻ ഭഗവാനെ, ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ രൂപം, ആ തിരുവുടലിനെ, ഭഗവാനെ, ഗുരുവായൂരപ്പ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.